ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 3 വെള്ളിയാഴ്ചയാണ്. ഇന്ന് ഗുഡ് ഫ്രൈഡേയോടനുബന്ധിച്ച് ഇന്ന് നമ്മുടെ മാർക്കറ്റ് അവധിയാണ്. വളരെ ചെറിയൊരു ട്രേഡിംഗ് വീക്കായിരുന്നു ഇത്. വെറും 3 ട്രേഡിംഗ് ദിവസങ്ങൾ മാത്രമാണ് ഈ ആഴ്ച ഉണ്ടായിരുന്നത്. ഇനി ഇന്നലത്തെ നിഫ്റ്റിയിലേക്ക് വന്നാൽ തുടർച്ചയായിട്ടുള്ള 6ാമത്തെ ആഴ്ചയും നിഫ്റ്റി നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലത്തെ കേസിലേക്ക് വന്നാൽ നിഫ്റ്റി IT ആണ് നല്ല ശക്തിയായിട്ട് ഉയർന്നത്. ഡേൽ ഓയിൽ നിന്ന് ഏകദേശം 4% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇന്നലെ ആഗോള വിപണികളെല്ലാം ഒന്നടങ്കം ഇടിഞ്ഞ ഒരു ദിവസമായിരുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ കാരണങ്ങളെല്ലാം രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളിച്ചിരുന്നു. ആഗോള വിപണിയെ നടുക്കിയ ട്രംപിൻ്റെ ആ പ്രസംഗം വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കിയത്. അടുത്ത 2 മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ അക്രമം ശക്തമാക്കും, ഇറാനെ സ്റ്റോൺ ഏജിലേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നുള്ള കടുത്ത മുന്നറിയിപ്പുകളാണ് അമേരിക്ക നൽകിയത്. അമേരിക്കയുടെ സൈനിക ലക്ഷ്യങ്ങൾ വളരെ വേഗം പൂർത്തിയാക്കുമെന്നും അവകാശപ്പെട്ടു. മറുവശത്ത് 70 ലക്ഷം ആളുകൾ യുദ്ധത്തിന് തയ്യാറാണ് എന്നുള്ള മറുപടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും വന്നത്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നുള്ള ശക്തമായിട്ടുള്ള നിലപാട് കൂടി അവിടെ നിന്നുണ്ടായി. ഇതിനെ തുടർന്ന് ക്രൂഡ് ഓയിൽ 7% ഉയർന്നു, $110 ഉയർന്നു. ഏതായാലും ഈ യുദ്ധം നീണ്ടു നിന്നാൽ ഗ്ലോബൽ എക്കോണമിക്കും സ്റ്റോക്ക് മാർക്കറ്റിനും അത് വലിയ ആഘാതമുണ്ടാക്കും. പ്രത്യേകിച്ച് ഓയിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് അത് കൂടുതൽ റിസ്ക് തന്നെയാണ് സൃഷ്ടിക്കുക. ഇന്നലെ ഇന്ത്യൻ വിപണിയിൽ ഒരു ഗംഭീര റിക്കവറി ഉണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ചാർട്ടിൽ കാണുന്നത് പോലെ തന്നെ ലോയിൽ നിന്നും നല്ലൊരു റിക്കവറിയാണ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റിയത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് IT സെക്ടറിലുണ്ടായ ആ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു. കൂടാതെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചില ശക്തമായിട്ടുള്ള നടപടികൾ എടുത്തിരുന്നു. ഡോളറിനെതിരെ സ്പെക്കുലേഷൻ കുറയ്ക്കാൻ നിയന്ത്രണം കൊണ്ടുവന്നു. ഫോറക്സ് NDF മാർക്കറ്റിലെ ചില ഫോറക്സ് കോൺട്രാക്റ്റുകൾ നിരോധിച്ചു. ക്യാൻസൽ ചെയ്ത ഫോറക്സ് കോൺട്രാക്ട്സ് വീണ്ടും എടുക്കാൻ അത് അനുവദിച്ചില്ല. ഒരു സമയത്ത് പുതിയ റെക്കോർഡിലോ ടച്ച് ചെയ്ത നിഫ്റ്റി പിന്നീട് 2013 ശേഷമുള്ള ഒരു ഗംഭീര റിക്കവറിക്കും റുപ്പിയിൽ നമ്മൾ ഇന്നലെ സാക്ഷ്യം വഹിച്ചു. മറ്റ് ഏഷ്യൻ കറൻസികളുമൊക്കെയായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്നലെ ബെസ്റ്റ് പെർഫോമേഴ്സായി മാറിയത് ഇന്ത്യൻ റുപ്പി തന്നെയായിരുന്നു. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 22,826 എന്ന നിലയിലാണ്. 121 പോയിൻറ്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 110 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി ഇന്നലെ ക്ലോസ് ചെയ്ത US വിപണിയിലേക്ക് വന്നാൽ മിക്സഡ് ആയിട്ടാണ് ഇന്നലെ US വിപണികൾ ക്ലോസ് ചെയ്യുന്നത്. ഇനി ഇന്ന് US വിപണികൾ ക്ലോസ്ഡ് ആണ്. ഈ ആഴ്ച നമ്മുടെ വിപണികൾ നെഗറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ S&P 500ഉം നാസ്ഡാക്കും ഒക്കെ ഈ ആഴ്ച പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. അടുത്തതായി ഗോൾഡ് പ്രൈസിലേക്ക്. ഓയിൽ പ്രൈസുകളും കൂടാതെ ഡോളറും ഉയർന്നതിനെ തുടർന്ന് സ്പോട്ട് ഗോൾഡ് ഇന്നലെ 3.6% ഇടിവാണ് ഉണ്ടാക്കിയത്. ഇനി കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,09,240 എന്ന് ഈ മാസത്തെ താഴ്ന്ന നിരക്കിൽ കൂടിയാണ് ഇപ്പോൾ വ്യാപാരം നടത്തുന്നത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 2% ഇടിവിൽ $66,000 ട്രേഡ് ചെയ്യുന്നു. ഇനി ഇന്നത്തെ ചോദ്യമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ മാർക്കറ്റ് വലിയ ഒരു ഫോളിനൊക്കെ ശേഷം ചെറിയൊരു റിക്കവറിയുടെ സൈനുകളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഒരു ബൈ ഓൺ ഡിപ്പാണോ അതോ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു ബൈയിലേക്ക് പോകാം എന്നാണോ? നിങ്ങളുടെ കമൻറ്റുകൾ ഇവിടെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള നമ്മുടെ ഈ പ്രീ മാർക്കറ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ചോദ്യം ചോദിക്കട്ടെ, ട്രേഡിംഗ് ഒരു കരിയർ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും പരിമിതമായ അറിവ് കൊണ്ട്, സോഷ്യൽ മീഡിയ ടിപ്പുകൾ കൊണ്ടും ശരിയായ റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലാത്തതും കൊണ്ട് നഷ്ടം സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴിതാ സ്റ്റഡി നിഫ്റ്റി മലയാളം ബിഗിനേഴ്സിനായി ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കോഴ്സ് ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കാൻ പോവുകയാണ്. NISM ഇക്വിറ്റി ഡെറിവേറ്റീവ് ആൻഡ് റിസർച്ച് അനലിസ്റ്റിൻ്റെ ക്ലാസ്സുകളാണ് ഉണ്ടായിരിക്കുക. 10,000 രൂപയാണ് ഫീസായിട്ട് വരുന്നത്. NRIസിനും സൗകര്യപ്രദമായ സമയത്തായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ സീറ്റുകൾ റിസർവ് ചെയ്യാൻ ശ്രമിക്കുക. ബന്ധപ്പെടേണ്ട നമ്പർ 7200822228.